വിവരക്കേട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് എന്ന പാംപ്ലാനിയെ നിലയ്ക്ക് നിർത്താൻ സീറോ മലബാർ സിനഡ് തയ്യാറാകണം. സഭയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് സഭയിൽ ഇനി പ്രശ്നം ഉണ്ടാക്കാൻ ഒരു തരത്തിലും അനുവദിക്കരുത്. കേരളത്തിലെ കോളേജുകളിൽ കക്ഷി രാഷ്ട്രീയം വേണ്ട എന്ന് സഭ തീരുമാനമെടുത്തത് വ്യക്തമായൊരു കാഴ്ചപ്പാട് തന്നെയാണ്. അത് മണ്ടത്തരമായി പോയെന്ന ആർച്ച് ബിഷപ്പ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള പാംപ്ലാനിയുടെ പ്രസ്താവന അത് തരം താണതായിപ്പോയി. ആത്മീയ കാര്യങ്ങൾ നടത്തുക, രാഷ്ട്രീയം പ്രത്യക്ഷത്തിൽ വേണ്ട എന്ന് തന്നെയാണ് മെത്രാന്മാരോട് പറയാനുള്ളത്. മെത്രാൻ പറയുന്നത് കേട്ട് അജഗണങ്ങൾ ഒരു വോട്ടും ചെയ്യുകയില്ലെന്ന് ഓർത്തോണം. എന്ത് വിവരക്കേട് പറഞ്ഞിട്ടാണെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ ക്രിസ്തുമസ് വേളയിൽ പിടിച്ചു പറ്റണം. അങ്ങനെ ചിന്തിക്കുന്നതിന് അപക്വമായ മനസ്സിലുടമയാണ് ഈ പാംപ്ലാനി. അറിയില്ലെങ്കിൽ പാംപ്ലാനി ചരിത്രം പഠിക്കണം. സഭ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് പഠിക്കണം. സഭ എടുത്തിട്ടുള്ള നിലപാടിനെക്കുറിച്ച് വ്യക്തമായ അവബോധം വേണം. വായിൽ തോന്നുന്നത് കൊതയ്ക്ക് പാട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ പാംപ്ലാനിന്റെ പ്രതികരണങ്ങൾ. വിവരക്കേട് വിളിച്ച് പറയുന്നവരെ കയറൂരി വിടാതിരിക്കാൻ സിനഡാണ് ശ്രദ്ധിക്കേണ്ടത്. കോളേജുകളിലെ മാസങ്ങൾ നീളുന്ന സമരാഭാസങ്ങളും അക്രമങ്ങളും നിയന്ത്രിക്കാൻ കഴിഞ്ഞത് കക്ഷി രാഷ്ട്രീയത്തിന്റെ നിരോധനം കൊണ്ടാണെന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയും കോളേജ് ക്യാമ്പസുകളുടെ അവസ്ഥയും ഒക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാകും. അക്രമ രാഷ്ട്രീയം കോളേജിൽ നടപ്പാക്കി ഒരു നിലവാരവുമില്ലാത്ത രാഷ്ട്രീയ യുവത്വത്തെ സൃഷ്ടിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് അന്ന് ഒടുക്കം കുറിച്ചത്. കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നിട്ടുണ്ടെങ്കിൽ, പുതുതലമുറ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുഖ്യ കാരണം കലാലയ കക്ഷി രാഷ്ട്രീയം നിരോധിച്ചു തന്നെയാണ്. ഇവിടെ ആരും കക്ഷി രാഷ്ട്രീയത്തിനെതിരൊന്നുമല്ല. എന്നാൽ പക്വതയില്ലാത്ത പ്രായത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട് കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് അവരുടെ ഭാവി നശിപ്പിക്കരുതെന്ന് സഭയ്ക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. കലാലയങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ശാഖകളോ റിക്രൂട്ടിംഗ് ഏജൻസികളോ ആവശ്യമില്ല. ഇതായിരുന്നു അന്നത്തെ സഭയുടെ നിലപാട്. ഇനി പാംപ്ലാനിന്റെ മനസ്സിലിപ്പോൾ പാംപ്ലാനി പിതാവ് പറഞ്ഞത് രാഷ്ട്രീയപരമായി എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 10 വർഷമായി സീറോ മലബാർ സഭയിൽ നിന്നും ഒരൊറ്റ മന്ത്രി മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. വകുപ്പാകട്ടെ അപ്രധാനവും. അതിലാണ് പാംപ്ലാനിക്ക് വിഷമം. രണ്ട് മുന്നണികളുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന യുവനിരകളുടെ തലപ്പത്ത് മലബാറുകാരുമില്ലത്രേ. സഭയിൽ നിന്നും രാഷ്ട്രീയക്കാരെ വാർത്തെടുക്കാൻ മെത്രാമ്മയുടെ സഹായം വേണ്ട. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് യുവജനങ്ങളാണ്. അവർ തീരുമാനിക്കും ഏത് രാഷ്ട്രീയ കക്ഷിയിൽ അംഗമാകണമെന്ന്. പക്ഷേ അവർ കോളേജ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുക എന്നത് സഭയുടെ നിലപാടല്ല, സഭയുടെ നയമല്ല. എന്നിട്ടും പാംപ്ലാനി പറയുന്നു BJP എന്ന രാഷ്ട്രീയ കക്ഷിയോടുള്ള തൻ്റെ നിലപാട് അത് ആശങ്കകളുണ്ടെങ്കിലും തനിക്ക് എതിരായ നിലപാടില്ലെന്ന്. അതിന് പിന്നാലെ തന്നെ പാംപ്ലാനി പറയുന്നു കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞത് അന്ന് തീരുമാനമെടുത്തത് വേണ്ടാത്ത ഒരു അനാവശ്യമായി പോയെന്ന്. കലാലയങ്ങളിൽ നിന്നും രാഷ്ട്രീയക്കാരെ വാർത്തെടുക്കാൻ വെമ്പൽ കൊണ്ടു നടക്കുന്ന പാംപ്ലാനി ആദ്യം ചെയ്യേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എങ്കിലും വിശ്വാസികളുടെ നീറുന്ന മനസ്സോട് നിൽക്കുന്ന വിശ്വാസികളുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ആവലാതികൾ കേൾക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം സഭയെ, വിശ്വാസികളെ, സഭാജനത്തെ ഒക്കെ നന്നാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പോരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും കുറേ കുട്ടികളെ, സഭയിലെ കുറേ യുവജനങ്ങളെ എടുത്ത് രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്യാൻ മുതിരുന്നതും. ഒരു വൈദികൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ദൈവവിശ്വാസം സഭാമക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ രാഷ്ട്രീയ വിശ്വാസം വളർത്തിയെടുക്കാൻ അതിന് വേറെ ആൾക്കാരുണ്ട്. അത് വേറെ പ്രത്യയശാസ്ത്രമാണ്. സഭയും വിശ്വാസവും വേറെ പ്രത്യയശാസ്ത്രമാണ്. ഇതൊന്നും മനസ്സിലാകാതെ സഭയെയും വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും വീണ്ടും കൂട്ടിക്കലർത്താനാണ് പാംപ്ലാനി ശ്രമമെങ്കിൽ കാസ എന്തൊക്കെ ചെയ്ത് മണ്ടത്തരം കാട്ടിക്കൂട്ടുന്നോ അതുപോലൊക്കെയാകും പാംപ്ലാനിയുടെ അനുയായികളുടെയും പാംപ്ലാനി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയ യുവത്വത്തിൻ്റെയും ഒക്കെ ഭാവി എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകുകയുള്ളൂ. കാരണം വലിയൊരു മണ്ടത്തരമാണ് ചെയ്യാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല എന്നറിയാമെങ്കിലും പാംപ്ലാനി പറഞ്ഞതൊക്കെ വൻ മണ്ടത്തരങ്ങളാണ്.